ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണിത മിസ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡൻ ചെക്കോവിന്റെ ഗൂസ്ബെറീസ് ആണ് കേട്ടോ. ആൻഡൻ ചെക്കോവിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? നമ്മൾ ക്ലാസ് 10 ഓൾറെഡി പുള്ളിയുടെ ഒരു ഷോർട്ട് സ്റ്റോറി പഠിച്ചിട്ടുള്ളതാണ്. ആ ഷോർട്ട് സ്റ്റോറി ഏതാണുള്ളത് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ആൻഡ് അതിനുള്ള വേറൊരു ക്ലൂ കൂടെ തരാം. നമ്മൾ ഈ ലെസൺ ഡിസ്കസ് ചെയ്യുമ്പം ഇതിൻ്റെ അകത്തുള്ള ഒരു ക്യാരക്ടറിന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ആവും ആ ഒരു ലെസൺ ഏതായിരുന്നു എന്നുള്ളത്. നിങ്ങൾ ക്ലാസ് 10 ഇതേപോലെ തന്നെ അതിൻ്റെ ഒരു എൻഡിലേക്ക് പഠിച്ചിട്ടുള്ള ഒരു ലെസൺ ആണ് അവിടെ ഉള്ളത് കേട്ടോ. യെസ്, സോ അതേതാണ് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. സോ നമ്മുടെ ആൻഡൻ ചെക്കോവിന്റെ ഗൂസ്ബെറീസ്. ഹാപ്പിനെസ് അല്ലെ, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്ന് ചോദിക്കുന്ന പോലെ തന്നെ ഹാപ്പിനെസ് അല്ലെ, എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ ഭയങ്കരമായിട്ടും ആഗ്രഹമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് അല്ലെ. സോ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് ഓഫ് ബീങ് ഹാപ്പി അല്ലെ. സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളതിനെ പലരും പല രീതിക്കാണ് കാണുന്നത്. ഇതിൻ്റെ അകത്ത് രണ്ട് ബ്രദേഴ്സ് അല്ലെ, അവരിൽ രണ്ടുപേരും രണ്ട് തരത്തിലാണ് ഹാപ്പിനെസ്സിനെ എടുക്കുന്നത്. അതാണ് ഇതിനകത്ത് കാണുന്നത് കേട്ടോ. ഇവാൻ ഇവാനിച്ച് ആൻഡ് ദെൻ നിക്കോളായ് ഇവാനിച്ച്. ഇങ്ങനെ രണ്ട് ബ്രദേഴ്സ് അവർ വളർന്നു വരുന്ന അവരുടെ സാഹചര്യം, വളർന്നതിന് ശേഷം അല്ലെ അവര് എന്താ പറയാ ഒരു അഡൾട്ട്സ് ആയതിനു ശേഷം അവരെങ്ങനെയാണ് അവനവന്റെ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് എന്നുള്ളതും, ആൻഡ് നമ്മുടെ ഇവാൻ എങ്ങനെയാണ് തന്റെ ബ്രദറിന്റെ ഹാപ്പിനെസ്സിനെ വിലയിരുത്തുന്നത്, ജഡ്ജ് ചെയ്യുന്നതൊക്കെയാണ് നമുക്ക് ഈ ഒരു ലെസണിൽ പഠിക്കാനുള്ളത് കേട്ടോ. സോ ഗൂസ്ബെറീസ് ഇസ് എ ഷോർട്ട് സ്റ്റോറി ബൈ ആൻഡൻ ചെക്കോവ് ദാറ്റ് എക്സ്പ്ലോർസ് തീംസ് ഓഫ് happiness, ambition, and disillusionment through the contrasting lives of two brothers, Ivan and Nikolai Ivanich. So നിങ്ങൾ ഓർത്തിരിക്കേണ്ട രണ്ട് പേരുകൾ ഇവാൻ്റെതും നിക്കോളായിൻ്റെതുമാണ് കേട്ടോ. യെസ്, ഇനി നമുക്ക് നോക്കാം, ഇതിനൊരു സമ്മറി നോക്കാം. ഈ ഒരു സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് തന്നെ ഭയങ്കര ഒരു മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണ് കേട്ടോ. ആകെ ഭയങ്കര മഴ പെയ്യാനായിട്ട് മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ രണ്ട് എന്താ പറയുക ഒരു കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഇവാൻ ഇവാനിച്ച് ആൻഡ് ബോർക്കിൻ രണ്ടുപേരാണ്. സോ ദ ഫസ്റ്റ് പേഴ്സൺ ഇസ് ഇവാൻ ഇവാനിച്ച് ആൻഡ് ബോർക്കിൻ. ഇവർ രണ്ടുപേരും, ഇവാൻ ഇവാനിച്ച് ഒരു വെറ്റിനറി സർജൻ ആണ്, ആൻഡ് ബോർക്കിൻ ആരാണ്? ഒരു സ്കൂൾ മാസ്റ്റർ ആണ് കേട്ടോ. സോ ഇവർ രണ്ടുപേരും കൂടെ ദേ ആർ ഔട്ട് ഫോർ എ വാക്ക്. അവരൊരു നടത്തത്തിലാണ്. കൺട്രി സൈഡിൽ ഒരു ഗ്രാമത്തിൽ ഒരു എന്താ പറയുക വലിയ വയലിൻ്റെ സൈഡിലൂടെ അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ആ മഴ വരുന്നത് കണ്ട സമയത്ത് ഓൾറെഡി നമ്മൾ ബോർക്കിൻ പറയുന്നുണ്ട്, നമ്മുടെ ഇവാനോട് പറയുന്നുണ്ട്, നീ നിന്റെ ബ്രദറിൻ്റെ ഒരു കഥ പറഞ്ഞു തരാമെന്ന് മുന്നേ പറഞ്ഞിട്ടില്ലായിരുന്നോ? സോ ആ കഥയൊന്ന് നെറേറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കഥ പറയാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഭയങ്കരമായിട്ടും മഴ പെയ്യുന്നു. മഴ പെയ്യുന്ന സമയത്ത് ഇവർ വേഗം പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. എവിടേക്കാണ് ഓടിപ്പോകുന്നത്? ഇവരുടെ ഒരു പരിചയക്കാരനായിട്ടുള്ള അലിയക്കിൻ്റെ ഫാമിലേക്കാണ് പോകുന്നത്. എവിടേക്കാണ്? അലിയക്കിൻ്റെ ഫാമിലേക്കാണ് പോകുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് ഓൾറെഡി ആ ക്ലൂ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അലിയക്കിൻ്റെ എസ്റ്റേറ്റ് അല്ലെങ്കിൽ അലിയക്കിൻ്റെ അവിടെ എത്തുമ്പം ഫസ്റ്റ് അലിയക്കിൻ്റെ ഒരു അപ്പിയറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ അലിയക്കൻ ഇസ് എ ഫാം ഓണർ. ഓക്കെ, ഒരു വലിയ ഫാം ഒക്കെ ഉള്ള ഒരു മുതലാളിയായിട്ടുള്ള മനുഷ്യനാണ്. അയാളുടെ അപ്പിയറൻസിനെ എങ്ങനെയാണ് പറയുന്നതെന്ന് അറിയോ? ടോൾ, സ്റ്റൗട്ട്, ഡസ്റ്റി ആൻഡ് ഡ്രസ്ഡ് ലൈക്ക് എ വർക്കിംഗ് ഫാമർ റാദർ ദാൻ എ ജെന്റിൽമാൻ. അല്ല, ഒരു ജെന്റിൽമാനെക്കാളും അയാൾ ഭയങ്കര എന്താ പറയുക ഒരു ടോൾ, സ്റ്റൗട്ട്, നല്ല ഉയരമുള്ള കുറച്ച് തടിയൊക്കെയുള്ള ഒരുപാട് പൊടിയൊക്കെ പിടിച്ച് വലിയ വൃത്തിയൊന്നും ഇല്ലാത്തൊരു കോലത്തിലാണ് ആരുള്ളത്? ഈ പറഞ്ഞ അലിയക്കിനുള്ളത് കേട്ടോ. അങ്ങനെ അലിയക്കിൻ ഇവരോട് വളരെ വാമായിട്ട് തന്നെ അവരെ വെൽക്കം ചെയ്യാണ്. മെയ്ഡിനോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? അവർക്ക് വസ്ത്രങ്ങൾ അല്ലേ, മാറാനുള്ള വസ്ത്രങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഇവരുടെ ഒരു ബാത്തിങ് ഷെഡിലേക്ക് പോവാണ് കേട്ടോ. കുളിപ്പുരയിലേക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ബാത്തിങ് ഷെഡിലേക്ക് പോവാണ്. അവിടെ എനിക്ക് തോന്നുന്നു ഒരു പോണ്ടൊക്കെ ഉണ്ട്, ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും നല്ലൊരു കുളി അവിടെ കുളിക്കുകയാണ്. അതേസമയം ഇവാൻ എന്താണ് ചെയ്യുന്നത്? ഇവാൻ ഇവാനിച്ച് എൻജോയ്സ് ദ ബാത്ത് enthusiastically, showing his emotional and reflective nature. ഉള്ളിലേക്ക് ഇങ്ങനെ ഊളിയിട്ട് ഇറങ്ങി നീന്തുകയാണ് ചെയ്യുന്നത് ആര്? ഇവാൻ ഇവാനിച്ച് കേട്ടോ. Later the three men sit comfortably in the drawing room upstairs. അങ്ങനെ എന്ത് ചെയ്യണം? അവർ ആ അപ്സ്റ്റേഴ്സിലേക്ക് അല്ലേ അതായത് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവാൻ ഇവാനിച്ച് കുറേ നേരം നീന്തി തുടിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട്, അതായത് ഉണങ്ങിയ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ വൈകുന്നേരം അവരുടെ മേലത്തെ ഫ്ലോറിൽ ഒത്തുകൂടുകയാണ് ചെയ്യുന്നത്. ഇവാൻ ബിഗിൻസ് ടു ടെൽ ദ സ്റ്റോറി അബൌട്ട് ഹിസ് ബ്രദർ നിക്കോളായ് ഇവാനിച്ച്. അങ്ങനെ നമ്മുടെ ഇവാൻ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ ബ്രദർ ആയിട്ടുള്ള നിക്കോളായ് ഇവാനിച്ചിനെ കുറിച്ചിട്ടുള്ള ഒരു കഥ പറയാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി പറയാൻ കേട്ടോ. സോ ഇവാൻ ആൻഡ് നിക്കോളായ് ഇവാനിച്ച് ആർ ബ്രദേഴ്സ്. രണ്ടുപേരും ബ്രദേഴ്സ് ആണ്. ആൻഡ് ഇവരുടെ അച്ഛൻ എന്തായിരുന്നു? ഒരു ഒഫീഷ്യൽ ആയിരുന്നു കേട്ടോ. അതായത് അവരുടെ അന്നത്തെ ഒരു കാന്റണിസ്റ്റ് എന്നാണ് ടെക്സ്റ്റിൽ പറയുന്നത്. സോ ഒരു മൈനർ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു കാന്റണിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. സോ പുള്ളിക്ക് എന്താണ്?
കുറച്ച് സ്വത്തൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു എസ്റ്റേറ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പേരും പ്രശസ്തിയും ഇതാണ് അവർക്ക് അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണശേഷം ഈ നമ്മുടെ ഇവാനും നിക്കോളായും ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെയാണ് അവരുടെ അച്ഛൻ മരിച്ചു പോകുന്നത്. മരണത്തിന് ശേഷം എന്ത് ചെയ്യാണ്, ആ എസ്റ്റേറ്റ് അവർക്ക് വിൽക്കേണ്ട വരികയാണ്. കാരണം ഒരുപാട് ഡെറ്റ്സ്, ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ എസ്റ്റേറ്റ് അവർക്ക് വിൽക്കേണ്ട വരികയാണ് ചെയ്യുന്നത്. ദേ സ്പെൻഡ് ദിയർ ചൈൽഡ്ഹുഡ് ഇൻ ദ കൺട്രി സൈഡ് ലിവിംഗ് ഫ്രീലി ലൈക്ക് പെസന്റ് ചിൽഡ്രൻ. അങ്ങനെ പെസന്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫാമേഴ്സിന്റെ, കർഷകരുടെ കുട്ടികളെ പോലെ, പണിക്കാരുടെ കുട്ടികളെ പോലെ ആ ഒരു കൺട്രി സൈഡിൽ, നാട്ടിൻ പുറത്ത് മീൻ പിടിച്ചും പൂക്കൾ കണ്ടും അല്ലെ, വളരെ ഭയങ്കര ഫ്രീ ആയിട്ടുള്ളൊരു ജീവിതമായിരുന്നു അവർക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് അപ്പം പറയണ ആ ഒരു കുട്ടിക്കാലത്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെയും നിക്കോളായിന്റെ ലൈഫിന് അല്ലെങ്കിൽ നിക്കോളായിന്റെ ഒരുപാട് ഡ്രീംസിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം ഇവർ വളർന്ന് വലുതായപ്പം നമ്മുടെ ഇവാൻ എന്ത് ചെയ്യാണ്, ഒരു വെറ്റിനറി സർജൻ ആയിട്ട് മാറാണ്. പക്ഷെ നിക്കോളായി ഒരു ക്ലർക്ക് ആയിട്ടാണ് മാറുന്നത് കേട്ടോ. ക്ലർക്ക് അറ്റ് ദി എക്സ്ചെക്കർ കോർട്ട്. അപ്പോൾ ഒരു എക്സ്ചെക്കർ കോർട്ടിൽ ഒരു ക്ലർക്ക് ആയിട്ടാണ് ആര് മാറുന്നത്, നമ്മുടെ നിക്കോളായി മാറുന്നത് കേട്ടോ. അങ്ങനെ ഹി ഹേറ്റഡ് ഹിസ് ഡൾ ഗവൺമെന്റ് ജോബ്. ഈ ഗവൺമെന്റ് ജോബിനോട് ആർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, നിക്കോളായിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിക്കോളായിക്ക് എന്താണ്, ചെറിയ കുട്ടിയാകുമ്പം ആ കൺട്രി സൈഡിൽ, നാട്ടിൻ പുറത്ത് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ സമയമൊക്കെ ആയിരുന്നു ഇഷ്ടം. സോ അവന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും വലിയൊരു എസ്റ്റേറ്റ് വാങ്ങിയിടുക. ആ എസ്റ്റേറ്റിൽ നമ്മൾ പ്രേമത്തിൽ പറയുന്ന പോലെ വലിയ 100 ഏക്കർ അല്ലെ, 90 ഏക്കർ സബർജൽ തോട്ടം, ഒത്ത നടുക്ക് ഒരു കുളം, അതിലൊരു മുതല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നിക്കോളയ്ക്ക് അങ്ങനത്തെ കുറെ ഡ്രീംസ് ആണുള്ളത് കേട്ടോ. ഹിസ് ഓൺലി ഡ്രീം വാസ് ടു ബൈ എ സ്മോൾ കൺട്രി എസ്റ്റേറ്റ് നിയർ എ റിവർ ഓർ എ ലേക്ക്. ഒരു ജലാശയത്തിനടുത്തായിട്ട്, ഒരു പുഴയോ ഒരു ലേക്കിന്റെ അടുത്തായിട്ട് ഒരു ഒരു സ്ഥലമൊക്കെ വാങ്ങിയിടണം. ഹി കോൺസ്റ്റന്റ്ലി റെഡ് ന്യൂസ് പേപ്പേഴ്സ് അഡ്വർടൈസ്മെന്റ് അബൌട്ട് ലാൻഡ് ഫോർ സെയിൽ. എപ്പോഴും പേപ്പർ അരിച്ചു പെറുക്കി വായിക്കുമായിരുന്നു നിക്കോളായി. പക്ഷെ അത് വേറെ ഒന്നിനും വേണ്ടിയല്ല, പരസ്യങ്ങളായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലുള്ള പഴയ എസ്റ്റേറ്റുകൾ വിൽക്കാനുള്ളതിന്റെ പരസ്യങ്ങൾ മാത്രമായിരുന്നു പുള്ളി വായിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എവറി ഡ്രീം എസ്റ്റേറ്റ് ഇൻക്ലൂഡ് വൺ മോർ ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽ, എ ഗൂസ്ബെറി ബുഷ്. അപ്പം ഇവന് അതായത് ഇവന്റെ ഓരോ പരസ്യത്തിൽ നോക്കുമ്പോൾ ചിലതിന് ലേക്ക് ഉണ്ടാവില്ല, ഓക്കെ, അവനത് കോംപ്രമൈസ് ചെയ്യാം. അവൻ അതുപോലെ തന്നെ നമ്മുടെ ഡക്സിന് ഓടിക്കളിക്കാനുള്ള ഒരു പോണ്ട്, ഡക്സിന് വെള്ളത്തിൽ നീന്തി തുടിക്കാനുള്ള ഒരു പോണ്ട് വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. സോ ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം മാത്രം അവൻ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഹി നീഡഡ് എ ഗൂസ്ബെറി ബുഷ്. ഓക്കെ, ഒരു ഗൂസ്ബെറി ബുഷ്, നെല്ലിക്ക. നമ്മുടെ നാട്ടിലുള്ള നെല്ലിക്ക പോലത്തെ അല്ല കേട്ടോ. ഞാൻ ആ നെല്ലിക്കയുടെ പടം കാണിച്ചു തരാം, വേറൊരു സ്ലൈഡിൽ ഇട്ടിട്ടുണ്ട്, കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. സോ ഒരു ഗൂസ്ബെറി ബുഷ് വേണം എന്നുള്ളതായിരുന്നു അവന് ഏറ്റവും വലിയ നിർബന്ധം. എങ്ങനത്തെ സ്ഥലമായിക്കോട്ടെ, ഗൂസ്ബെറി ബുഷ് വേണം. ഗൂസ്ബെറീസ് ബിക്കേം ദ സിമ്പിൾ ഓഫ് ഹിസ് ഐഡിയൽ കൺട്രി ലൈഫ്. സോ ഇത് നിങ്ങൾക്ക് വേണം മാർക്ക് ചെയ്ത് വെക്കാട്ടോ. ഗൂസ്ബെറീസ് അവിടെ എന്താണ്, അത് ഒരു സിമ്പിളാണ്. എന്തിൻ്റെ, അവൻ ആഗ്രഹിക്കുന്ന ആ ഒരു കൺട്രി ലൈഫിന്റെ ഒരു സിമ്പിളാണ് എന്ത്, ഈ പറഞ്ഞ ഗൂസ്ബെറീസ് കേട്ടോ. അങ്ങനെ നിക്കോളായി അതിനും വേണ്ടിയിട്ട് ഭയങ്കര ഫ്രൂഗൽ ആയിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഫ്രൂഗൽ എന്ന് പറഞ്ഞാൽ പിശുക്കിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഹി ഡിഡ്ന്റ് സ്പെൻഡ്, അല്ലെ, ഒന്നും പൈസ സ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഇവാന് അയാളുടെ അവസ്ഥ കണ്ട് പാവുന്നതിൻ്റെ അങ്ങോട്ട് പൈസ കൊടുക്കുന്നുണ്ട്. അവൻ വല്ല ട്രിപ്പൊക്കെ പോയിക്കോട്ടെ വിചാരിച്ച് ചിലവാക്കാൻ വേണ്ടി പൈസ കൊടുക്കുകയാണ്. പക്ഷെ അതുപോലും എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് നിക്കോളായി കേട്ടോ. ഹി ഡ്രസ്ഡ് പുവർലി ആൻഡ് ഡിപ്രൈവ്ഡ് ഹിംസെൽഫ് ഓഫ് കംഫർട്ട്സ്. ഒരു കംഫർട്ടും ഇല്ലാണ്ട് വളരെ പിശുക്കിയാണ് നിക്കോളായി ജീവിച്ചിരുന്നത്. നിക്കോളായ്സ് ഓൺലി ഡ്രീം വാസ് ടു ബൈ എൻ എസ്റ്റേറ്റ്. ആ ഒരു എസ്റ്റേറ്റ് വേണം, അതിൽ ഗൂസ്ബെറി ബുഷ് വേണം. ഇത്ര ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ വെൻ ഇവാൻ ഗേവ് ഹിം മണി ഫോർ ഹോളിഡേയ്സ് ഹി സേവ്ഡ് ഇറ്റ് ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് സ്പെൻഡിങ് ഇറ്റ്, ചെലവാക്കിയില്ല കേട്ടോ പൈസ ഒന്നും. ഹി ബിക്കേം എക്സ്ട്രീംലി സ്റ്റിങ്ങി ആൻഡ് ഒബ്സെസ്ഡ് വിത്ത് അക്യുമുലേറ്റിംഗ് വെൽത്ത്. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി കൂട്ടുക എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമായി. അതിനു വേണ്ടിയിട്ട് അവൻ പിച്ചക്കാരനെ പോലെയാണ് ജീവിച്ചത്. ആര്, നിക്കോളായി കേട്ടോ. ഇവാൻ ഫെൽറ്റ് പെയിൻ വാച്ചിങ് ഹിസ് ബ്രദർ സാക്രിഫൈസ് ഹിസ് പ്രസന്റ് ഹാപ്പിനെസ് ഫോർ എ ഡ്രീം. ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഇന്ന് അല്ലെ, ഈ മൊമെന്റിലാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കേണ്ടത്. ശരിക്കും അല്ലെ, ഇവാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ മൊമെന്റിൽ വേണം ഹാപ്പിനെസ് കണ്ടെത്താൻ. ബിക്കോസ് നോ വൺ നോസ് വാട്ട് വുഡ് ഹാപ്പൻ ടുമോറോ. നാളെ എന്താ ഉണ്ടാവുക നമുക്ക് ആർക്കും അറിഞ്ഞൂടാ അല്ലേ. പക്ഷെ നിക്കോളായിന്റെ ഒരേ ഒരു സ്വപ്നം ആ ഒരു എസ്റ്റേറ്റ് ആയിരുന്നു. ആൻഡ് ഹി വാസ് സേവിങ് ഫോർ ഇറ്റ്. അങ്ങനെ ഫൈനലി കുറച്ചു കാലം കഴിഞ്ഞ സമയത്ത് ഹി ഡിസൈഡഡ് ടു മാരി എ വെരി വെൽത്തി ഓൾഡ് വുമൺ. നല്ല കാശുകാരിയായിട്ടുള്ള ഒരു കുറച്ച് പ്രായമുള്ളൊരു സ്ത്രീനെ കല്യാണം കഴിക്കുകയാണ് നിക്കോളായി. അതും എന്തിനു വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ടു ഗെറ്റ് ദിസ് മണി, പൈസ കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ. എന്നിട്ട് ഈ സ്ത്രീനെ കല്യാണം കഴിച്ചത് മാത്രമല്ല, കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട ഭക്ഷണം ഒന്നും കൊടുക്കാതെ അവരെയും പട്ടിണിക്കിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഹി ഡിഡ് നോട്ട് മാരി ഹെർ ഫോർ ലവ് ബട്ട് ഫോർ ഹെർ മണി. ഹി കണ്ടിന്യൂഡ് ഹിസ് മിസറലി ഹാബിറ്റ്സ് കീപ്പിംഗ് ഹെർ ഹാഫ് സ്റ്റാർവ്ഡ്. കണ്ടോ, ആ സ്ത്രീക്ക് പോലും നല്ലപോലെ ഭക്ഷണം കൊടുക്കാതെ അവരെ പോലും പട്ടിണിക്കിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി എന്ത് ചെയ്യാണ്, അവർ മരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ഹെർ ഡെത്ത്, അല്ല അവരുടെ മരണത്തിന് ശേഷം
നിക്കോളായ്ക്ക് ഈ പറയുന്ന കാശ് മുഴുവനും ആ റിച്ച് ലേഡീനെ ക്യാഷ് മുഴുവനും കിട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവാൻ ഹിൻസ് ദാറ്റ് ഹർ മിസറബിൾ ലൈഫ് മേ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ഹർ ഡെത്ത്. ദെൻ അങ്ങനെ എന്ത് ചെയ്യാണ്, നിക്കോളായി ആഗ്രഹിച്ച പോലെ നമ്മുടെ ആലായാൽ തറ വേണം അടുത്തൊരമ്പലം വേണം എന്നുള്ള പോലെ ഒരു എസ്റ്റേറ്റ് വാങ്ങിക്കുകയാണ് അല്ലേ. ആ എസ്റ്റേറ്റ് പക്ഷെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് അതെങ്ങനെയാ മനസ്സിലാന്ന് വെച്ചാൽ ഇവാൻ ആ ഒരു എസ്റ്റേറ്റിലേക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നിക്കോളായിന്റെ ഡ്രീമിലുള്ള പോലത്തെ ഒരു ഐഡിയൽ എസ്റ്റേറ്റ് ഒന്നും ആയിരുന്നില്ല അത്. ഓക്കെ, ദ എസ്റ്റേറ്റ് ഹാഡ് 300 acres, 300 ഏക്കർ ഉണ്ട്, ഒരു ഫാം ഹൗസ് ഉണ്ട്, കുറച്ച് സ്ഥലമുണ്ട്. അങ്ങനെ അതിനൊരു പേരൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ആ പേര് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോ? യെസ്, ഇതാണ് കേട്ടോ, ഹിമാലയസ്കോ അല്ലെങ്കിൽ ചിംബർഷ്കോ കോർണർ എന്നൊക്കെയാണ് അതിന് പേരൊക്കെ ഇടുന്നത് കേട്ടോ. ഹവർ ഇറ്റ് ലാക്ഡ് നാച്ചുറൽ ബ്യൂട്ടി, ദർ വാസ് നോ ഓർച്ചാർഡ് ഓർ ഗൂസ്ബെറി ബുഷ്. അവിടെ എന്തുണ്ടായിരുന്നില്ല, നാച്ചുറൽ ബ്യൂട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കലങ്ങി മറഞ്ഞ ഒരു പുഴ എന്തോ സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട്. ഇത്ര വലിയ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമൊന്നുമല്ല. ആൻഡ് ഓൾസോ അവിടെ ഗൂസ്ബെറി ബുഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. ദ നിയർ ബൈ റിവർ വാസ് പൊല്യൂട്ടഡ് ബൈ എ ബ്രിക്ക് യാർഡ് ആൻഡ് ജെലറ്റിൻ ഫാക്ടറി. അടുത്തുള്ള ജെലറ്റിൻ ഫാക്ടറി, പിന്നെ ഒരു ബ്രിക്ക് യാർഡ്, നമ്മൾ ഇഷ്ടിക ഉണ്ടാക്കുന്ന സ്ഥലം ഉണ്ടാവില്ല, അവിടെ നിന്നൊക്കെയുള്ള മണ്ണും വേസ്റ്റൊക്കെ കലർന്ന് ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള പുഴയാണ് സൈഡിൽ കൂടെ ഒഴുകുന്നത്. ഡിസ്പൈറ്റ് ദീസ് ഫ്ലോസ് നിക്കോളായി വാസ് സാറ്റിസ്ഫൈഡ്. പക്ഷെ അതൊന്നും നിക്കോളായിക്ക് ഒരു പ്രശ്നമായിരുന്നില്ല. നിക്കോളായിക്ക് ഒരു എസ്റ്റേറ്റ് കിട്ടി എന്നുള്ളത് മാത്രമായിരുന്നു അവനെ സംബന്ധിച്ച് അവനെ ഹാപ്പി ആക്കുന്നത് കേട്ടോ. ഹി ഓർഡർഡ് 20 ഗൂസ്ബെറി ബുഷസ് ടു ബി പ്ലാന്റഡ്. അങ്ങനെ നെല്ലിക്ക അല്ലെ ഗൂസ്ബെറി ബുഷ് ഇല്ല എന്നുള്ള പരാതിയും അവൻ എന്ത് ചെയ്യാണ്, 20 ഗൂസ്ബെറി ബുഷസ് ഓർഡർ ചെയ്ത് അങ്ങോട്ട് വരുത്തിച്ചിട്ട് അതും അവിടെ അങ്ങോട്ട് ആ പരാതി തീർക്കുകയാണ്. ഹി സെറ്റിൽഡ് ഇൻ ടു വാട്ട് ഹി ബിലീവ്ഡ് വാസ് ഹിസ് ഡ്രീം ലൈഫ്. സോ ദിസ് വാസ് വാട്ട് ഹി ഡ്രീംഡ് ഫോർ. ഇത്രയും കാലം ആഗ്രഹിച്ച ലൈഫ് ഇതായിരുന്നു. അങ്ങനെ നമ്മൾ ഇവാൻ എന്ത് ചെയ്യാണ്, നിക്കോളായിനെ കാണാൻ വേണ്ടിയിട്ട് നിക്കോളായിന്റെ എസ്റ്റേറ്റിലേക്ക് പോവാണ്. Ivan visits his brother's estate, now called Himalaysko or Chimbershko Corner. So അതിന്റെ പേര് ഇതൊക്കെയാണ് കേട്ടോ. അതൊന്നും അത്ര വലിയ സിഗ്നിഫിക്കൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. The property is full of fences and ditches suggesting artificial boundaries. ഒരുപാട് ആർട്ടിഫിഷ്യൽ ബൗണ്ടറീസ്, വേലിക്കെട്ടുകൾ, കുറേ കുഴികളും കുണ്ടുകളൊക്കെ കാണാൻ വേണ്ടി കഴിയും കേട്ടോ. അങ്ങനെ അവിടെ എത്തുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇവാനെ അവിടെ വെൽക്കം ചെയ്യാൻ വേണ്ടി എത്തുന്നത്, അതായത് വെൽക്കം ചെയ്യാൻ വേണ്ടി എത്തുന്നതല്ല, അവിടെ എത്തുമ്പോൾ അവൻ വിചാരിക്കുകയാണ് നല്ലപോലെ ഒരു സൈൻ ബോർഡ് ഒന്നുമില്ല, എങ്ങോട്ടാ പോകേണ്ടത് എവിടേക്കാ ഉള്ളത് എന്നുള്ളൊരു സൈൻ ബോർഡ് ഒന്നുമില്ല. ആകെ ഒരു ഓർഡർ ഇല്ലാതെ കിടക്കുന്ന ഒരു സ്ഥലം, ഒരു വൃത്തിയൊന്നുമില്ല, ഒരു ഓർഡർ ഇല്ലാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ആൻഡ് അവിടെ ആ സമയത്ത് ഇയാളെ കാണുമ്പം ഒരു ഡോഗ് നടന്നു വരുന്നുണ്ട്. ആ ഡോഗ് ആണെങ്കിൽ തടിച്ച് കൊഴുത്തിട്ട് അയ്യോ ഇനി ഇയാളെ നോക്കി ബാർക്ക് ചെയ്യണമല്ലോ, കുരയ്ക്കണമല്ലോ എന്ന് വിചാരിച്ച് മടിച്ച് നിൽക്കുന്ന ഒരു നായയും ആൻഡ് കിച്ചൻ്റെ അകത്തുനിന്ന് ഒരു കുക്ക് ഇറങ്ങി വരികയാണ്. ആ കുക്കാണെങ്കിലും തടിച്ച് വലിയ വൃത്തിയൊന്നും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. സോ ദ ഡോഗ് ആൻഡ് കുക്ക് ആർ ബോത്ത് ഡിസ്ക്രൈബ്ഡ് ആസ് ഫാറ്റ് ആൻഡ് ലേസി, സിംബലൈസിങ് കംഫർട്ട് ആൻഡ് ഡൾനെസ്. അപ്പം അവർ ഭയങ്കര സുഖിച്ച്, അതായത് എല്ലാവരും വളരെ ആക്റ്റീവ് ഒന്നുമല്ല അവിടെ, എല്ലാവരും തിന്ന് ഇങ്ങനെ ഭയങ്കര സുഖിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ആരും വലിയ ആക്റ്റീവ് ഒന്നുമില്ല, ലേസിനെസ് ആണ് മൊത്തത്തിൽ അവിടെ ഉള്ളതെന്നുള്ളതാണ് ആ പറയുന്ന ഡോഗിനെയും കുക്കിനെയും കണ്ടാൽ തന്നെ മനസ്സിലാവുക കേട്ടോ. Ivan finds Nikolai older, fatter and flabbier like a satisfied landowner. So നമ്മുടെ അനിയനെ കാണുന്ന സമയത്ത് എന്താണ്, ഓൾഡർ ആയിട്ട് തോന്നുകയാണ്. ദിസ് പേഴ്സൺ ഇസ് ആക്ച്വലി എ ബിറ്റ് യങ്, ഐ ഗെസ്. എനിക്കൊന്ന് ഈ ചിത്രത്തിലുള്ള ആളെ കാണാൻ കുറച്ചുകൂടെ യങ്ങർ ആണ്. പക്ഷെ നിക്കോളായി അല്ലേ, അതായത് ഇവാൻ എന്ന് പറഞ്ഞ ഈ ചേട്ടനെക്കാളും കൂടുതൽ പ്രായം തോന്നുകയാണ് ആർക്ക്, നിക്കോളായി കേട്ടോ. പ്രായം തോന്നിച്ച് തടിച്ച് ഒരു ആരോഗ്യമൊന്നും ഇല്ലാതെ, എന്നാൽ ഒരു വലിയൊരു മുതലാളി, ഒരു ലാൻഡ് ഓണറിനെ പോലെ, ഒരു വലിയൊരു മുതലാളിനെ പോലെയാണ് ആരപ്പം കാണാനുള്ളത്, നിക്കോളായിനെ കാണാനുള്ളത്. നിക്കോളായി ബിഹേവ്സ് പോംപസ്ലി ആൻഡ് പ്രൗഡ്ലി ആസ് എ കൺട്രി ജെന്റിൽമാൻ. വളരെയധികം ആഢ്യത്വത്തോടെയും പ്രൗഢിയോടെയുമാണ് ആര്, നമ്മുടെ നിക്കോളായി അവിടെ പെരുമാറുന്നത് കേട്ടോ. അങ്ങനെ നിക്കോളായിന്റെ കുറച്ച് ഗുഡ് ഡീഡ്സ്, ഈ ഗുഡ് ഡീഡ്സ് എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന എന്തൊക്കെയോ നന്മ നിറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയാൻ കേട്ടോ. ഈ നന്മ നിറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത് അതുകൊണ്ടാണ് ഒരു ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ, ഹി ട്രീറ്റ്സ് പെസൻസ് ഇൽനെസ് വിത്ത് സിമ്പിൾ റെമഡീസ് ലൈക്ക് സോഡ ആൻഡ് കാസ്റ്റർ ഓയിൽ. അവരുടെ ജോലിക്കാർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. എന്താണ്, സോഡയും അതുപോലെ തന്നെ കാസ്റ്റർ ഓയിലും ഇതൊക്കെയാണ് എന്ത് മരുന്നായിട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും മരുന്ന് കൊടുക്കുന്നുണ്ടോ, മുതലാളി മരുന്ന് തരുന്നുണ്ട്. പക്ഷെ മരുന്ന് എന്താണ്, ഈ കാസ്റ്റർ ഓയിലും സോഡയും ഒക്കെയാണ് കേട്ടോ. സോ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും മെഡിസിൻസ് അല്ല. ആക്ച്വലി എന്ത് അസുഖത്തിനും കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ആണോ ഈ കാസ്റ്റർ ഓയിൽ, അല്ലെങ്കിൽ ആവണക്കെണ്ണയാണ് ഈ പറഞ്ഞ കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ. സോഡ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതി ആയിരിക്കും. സോ
അതൊരു മരുന്നാണോ? അല്ല. Then on his birthday he gives them vodka and holds a thanksgiving service. അതുപോലെ തന്നെ അയാളുടെ ബർത്ത്ഡേക്ക് എന്താണ് എല്ലാവർക്കും വോഡ്ക മദ്യപ്പുഴയൊഴുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇവാൻ ഉണ്ടല്ലോ, ഇവാൻ ഇസ് എഗെയിൻസ്റ്റ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ഇവാനിന് ഇങ്ങനെ മദ്യം ഒന്നും വലിയ ഇഷ്ടമല്ല. അപ്പൊ അയാളിങ്ങനെ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, മദ്യം കൊടുക്കുന്നതാണോ ഒരാൾക്ക് അല്ലെ നല്ലൊരു, അതായത് ഇപ്പം ഒരു എൻ്റെ തൊഴിലാളിക്ക് ഞാൻ നന്മ ചെയ്തു, അയാളെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്നത് വെച്ചാൽ കുറെ വോഡ്ക കുറെ മദ്യം കൊടുക്കുന്നതാണോ എന്ന് ഇവാൻ ഡൗട്ട് ചെയ്യുന്നുണ്ട്. He believes he is doing great job, but this charity is superficial. അതൊരു ചാരിറ്റി ഒന്നുമല്ല, അത് വെറും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളൊരു ചാരിറ്റിയാണ്. He has become self-important and complacent. So ബാക്കിയുള്ളവരെ എന്നെ പുകഴ്ത്തണം, ബാക്കിയുള്ളവരൊക്കെ എന്നെ കൊണ്ട് നല്ലത് പറയണം, ഞാൻ വലിയ ദാനധർമ്മിഷ്ഠനാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് വോഡ്ക കൊടുക്കുക, ഇതൊക്കെയായിരുന്നു ആരുടെ ഉള്ളിൽ? നിക്കോളൈൻ്റെ ഉള്ളിൽ. സോ നിക്കോളായ് വാസ് എൻജോയിങ് ദിസ്. ഓക്കെ, ഞാനൊരു വലിയ മുതലാളിയാണെന്നുള്ള ആ ഒരു കാര്യം നിക്കോളായ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഗൂസ്ബെറി സീനിലേക്ക് എത്തുകയാണ് കേട്ടോ. ഇതാണ് ഇതിനകത്ത് കുറേ പേർക്കും ഡൗട്ട് വന്നിട്ടുള്ളത് എന്താണെന്നുള്ളത്. ആർത്തിയോടുകൂടി ഇതാണ് കേട്ടോ ഗൂസ്ബെറീസ്. നമ്മുടെ ഇന്ത്യയിലെ നെല്ലിക്ക പോലെയല്ല, ഈ ഗൂസ്ബെറീസ് കുറച്ചുകൂടി മുന്തിരി പോലെയാണ് കാണാനുള്ളത് കേട്ടോ. സോ ആർത്തിയോട് കൂടിയിട്ട് ആര്? നിക്കോളായ് അല്ലെ തൻ്റെ സ്വന്തം പറമ്പിലുണ്ടായിട്ടുള്ള അല്ലെ, അവിടെ ഗൂസ്ബെറി ബുഷ് ഇല്ലായിരുന്നു, എവിടുന്നോ ഓർഡർ ചെയ്ത് അവിടെ എത്തിച്ച് നട്ട് നനച്ചുണ്ടാക്കിയ തൻ്റെ സ്വന്തം നെല്ലിക്ക ചെടിയിലെ നെല്ലിക്ക ആർത്തിയോട് കൂടി തിന്നുകയാണ് ആര് ചെയ്യുന്നത്? നിക്കോളായ് ചെയ്യുന്നത്. ഈ ഗൂസ്ബെറീസ് ആക്ച്വലി വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനമല്ല, നമുക്കറിയാം അല്ലേ, ഭയങ്കര ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അപ്പൊ എന്തെന്നെയായാലും ഒരു കയ്പും പുളിയൊക്കെ ഉള്ള ഒരു സംഗതിയാണല്ലോ ഈ നെല്ലിക്ക. അപ്പം നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി, നിക്കോളായ്ക്ക് അവനെ സംബന്ധിച്ച് അവൻ എന്തൊക്കെയോ അച്ചീവ് ചെയ്തു, സോ ഈസ് ഹാപ്പി. അപ്പൊ ഈ ഗൂസ്ബെറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആ ഒരു കയ്പേറിയ ഹാപ്പിനെസ്സിനാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. ഇൻ ദ ഈവനിങ് ദ കുക്ക് സെർവ്സ് എ പ്ലേറ്റ് ഓഫ് ഹോം ഗ്രോൺ ഗൂസ്ബെറീസ്. These are the first fruits from his own bushes. അതിനകത്ത് ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ഫ്രൂട്ട്സ് ആണത് കേട്ടോ. നിക്കോളായ് is overwhelmed with joy and has tears in his eyes. അല്ലേ, ഹി ടേസ്റ്റ് ദം റിപ്പീറ്റഡ്ലി ആൻഡ് സേസ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചിട്ട് പറയാണ് ഹൗ ഗുഡ് ദേ ആർ, ഷോ ഇത് നല്ലതാണല്ലേ എന്ന് സ്വയം ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. ഇവാൻ ടേസ്റ്റ്സ് ദം ആൻഡ് ഫൈൻഡ്സ് ദം ഹാർഡ് ആൻഡ് സോർ. പക്ഷെ ഇവാൻ അതെടുത്ത് കഴിച്ച സമയത്ത് ഇവാൻ എന്താ ഫീൽ ചെയ്യുന്നത്? ഭയങ്കര പുളിയുള്ള, ഭയങ്കര കയ്പും പുളിയൊക്കെ ഉള്ളതായിട്ടാണ് ഇവാനിന് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഡെസ്പൈറ്റ് ദ സോർനെസ്, ഇതാണ് പോയിന്റ് കേട്ടോ. ഡെസ്പൈറ്റ് ദ സോർനെസ് നിക്കോളായ് ഈസ് ജെന്യുവൻലി ഡിലൈറ്റഡ്. അത്രയും പുളിയും ഒക്കെ ഉണ്ടായിട്ട് പോലും നിക്കോളായ് അതിൽ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഇവാൻ സീസ് എ മാൻ ഹൂസ് ലൈഫ് ലോങ് ഡ്രീം ഹാസ് കം ട്രൂ. അപ്പം ജീവിതം അല്ലെ ഇത്രയും കാലത്ത് ആ ഒരു സ്വപ്നം നേടിയ ഒരു മനുഷ്യനാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇവാൻസ് ഇന്നർ ക്രൈസിസ്. ഇനി ഇവാൻ രാത്രിയാവുന്ന സമയത്തും ഇവാൻ പറയാണ് നിക്കോളായ് പോയി ആ നെല്ലിക്ക എടുത്ത് തിന്നത് കേൾക്കുന്നുണ്ട് അല്ലേ. He realizes that many people live contentedly while others suffer silently. So ഇതാണ് അവിടുത്തെ വേറെ മെയിൻ ആയിട്ടുള്ള, ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട മെയിൻ പോയിന്റ് ഇതാണ് കേട്ടോ. ഇവാൻ പറയാണ് എന്ത്, ഈ നമ്മുടെ നിക്കോളായിനെ പോലെയുള്ള ആൾക്കാർ അവനവൻ്റെ ഹാപ്പിനെസ് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്, ഒരിക്കലും ചുറ്റിലുള്ള ആൾക്കാർ ജെന്യുവൻലി ഹാപ്പി ആണോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. സോ അങ്ങനെ അല്ലേ, അവനവൻ്റെ സുഖത്തിൽ മാത്രം ഹാപ്പി ആവുന്നത് നല്ലതല്ല, അല്ലെങ്കിൽ അതല്ല ശരിക്കുള്ള ഹാപ്പിനെസ് അല്ലേ. എനിക്ക് നല്ലതൊന്നും കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ ഞാൻ അല്ലേ എന്താ പറയുക, ഞാനിവിടെ ഉണ്ട്, നമ്മൾ ഹാപ്പി ആവുക എന്നുള്ളത് ഓഫ് കോഴ്സ് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരും ഹാപ്പി ആണോ, അവരും ജെന്യുവൻലി ഹാപ്പി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇവാൻ ചിന്തിക്കുന്നത്. പക്ഷെ നിക്കോളായിനെ സംബന്ധിച്ച് എന്താണ്, ഹി ഹാസ് അച്ചീവ്ഡ് ഹിസ് ഡ്രീം അല്ലെ, ഞാൻ എൻ്റെ സ്വപ്നം നേടിയെടുത്തു എന്നുള്ള ആ ഒരു ഹാപ്പിനെസ് ആണ് ആർക്കുള്ളത്? നിക്കോളായ്ക്കുള്ളത്. അതുകൊണ്ടാണ് അത്രയും കയ്പുള്ള നെല്ലിക്ക പോലും ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് തിന്നാൻ വേണ്ടി തോന്നുന്നത്. ബിക്കോസ് he has achieved his dream. Okay, he concludes that happiness exists because ഇതാണ് കേട്ടോ, happiness exists because unhappy people endure their pain quietly. He feels despair at the sight of such self-satisfied contentment. So ആ ഒരു സെൽഫായിട്ട് സാറ്റിസ്ഫൈഡ് ആക്കുന്നതിൽ ആർക്ക് താല്പര്യമില്ലായിരുന്നു? ഇവാന് വലിയ താല്പര്യമില്ല. ഇവാൻ questions the idea of waiting for justice or change. He challenges the belief that everything will come in time. അല്ലേ, അപ്പോൾ എല്ലാം സമയത്തിന് എത്തിക്കോളും എന്നുള്ള ആ ഒരു ചിന്തേനെയൊക്കെ ഇവാൻ അവിടെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാണ് ചെയ്യുന്നത്. He believes people should not remain passive. He declares that happiness does not truly exist, or at least should not be the goal. അല്ലേ, അപ്പം ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സംഗതി നിലനിൽക്കുന്നില്ല. അതായത് ലാസ്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും അയാൾ ഭയങ്കര ഒരു ഇമോഷണൽ ടെർമോയിൽ അവിടെ എത്തുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയോ തരത്തിലുള്ള ഒരു ഇമോഷനിലേക്ക് ആര് പോവുകയാണ് ചെയ്യുന്നത്? നമ്മുടെ ഇവാൻ അവിടെ എത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. ദെൻ ലൈഫ്സ് പേർപ്പസ് ലൈസ് ഇൻ സംതിങ് ഗ്രേറ്റർ, ഡൂയിങ് ഗുഡ് ആൻഡ് സ്ട്രൈവിങ് ഫോർ ജസ്റ്റിസ്. അല്ലേ, നമ്മൾ സ്വന്തം ഹാപ്പി ആവുന്നതിലല്ല കാര്യം,
മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കൊടുക്കുക അല്ലെ, ഡൂയിങ് ഗുഡ്, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുന്നതിലും ആൻഡ് സ്ട്രൈവിങ് ഫോർ ജസ്റ്റിസ്, ന്യായമുള്ള നീതിയുള്ള കാര്യങ്ങളുടെ കൂടെ നിൽക്കുന്നതിലുമാണ് ഹാപ്പിനെസ് എന്നുള്ളതാണ് ഇവാൻ ചിന്തിക്കുന്നത് കേട്ടോ. ഇവാൻ urges അലിയക്കിൻ നോട്ട് ടു ബിക്കം കംപ്ലിസിറ്റ്. ഇപ്പം എൻ്റെ ഇവാനോട് അല്ലേ അലിയക്കിനോട് ഉപദേശിക്കുകയാണ്, നീ ഇങ്ങനെ ഇതാവരുതെന്ന് പറയാണ്. ദെൻ ഹി സേസ് ഡു നോട്ട് ബി സാറ്റിസ്ഫൈഡ്, ഡു നോട്ട് ബി ലൾഡ് ടു സ്ലീപ്പ്, അല്ലെ എപ്പോഴും ഇങ്ങനെ സാറ്റിസ്ഫൈഡ് ആവരുത്, ഇങ്ങനെ സുഖലോലുപതയിൽ ജീവിക്കരുത് എന്നൊക്കെ അലിയക്കിനോട് പറയാണ് ചെയ്യുന്നത്. ഹി അഡ്വൈസസ് യൂസിങ് യൂത്ത്, സ്ട്രെങ്ത് ആൻഡ് വെൽത്ത് ടു ഡു ഗുഡ്, അല്ലെ നമ്മുടെ യൂത്തും സ്ട്രെങ്ത്തും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഉപദേശിക്കുന്നത് അലിയക്കിൻ കേട്ടോ. ഹി റിഗ്രറ്റ്സ് ദാറ്റ് ഹി ഹിംസെൽഫ് ബിഗാൻ ടു ലേറ്റ് ഇൻ ലൈഫ്, അല്ലെ ഞാൻ എൻ്റെ ജീവിതം ഇത്രയും ലേറ്റ് ആയിട്ടാണല്ലോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. സോ അലിയക്കിനോട് പറയാണെന്ത്, നിന്റെ യൂത്തും അല്ലെ നിന്റെ വെൽത്തും ഒക്കെ നീ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യണം എന്ന് പറയാണ്. ഹിസ് സ്പീച്ച് ഇസ് ഇമോഷണൽ ആൻഡ് ഇൻറ്റൻസ്. അപ്പം ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്പീച്ച് പറയാൻ കേട്ടോ. പക്ഷേ നമ്മുടെ അലിയക്കിനും ബോർക്കിനും ആക്ച്വലി ഇതിനകത്ത് വലിയ ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. അവർക്ക് നല്ല ഭംഗിയുള്ള പെൺകുട്ടികളുടെയോ ഒക്കെ കഥകൾ കേൾക്കാനായിരുന്നു അവർക്ക് താല്പര്യം അല്ലേ. സോ ദേ ഫൈൻഡ് ദ സ്റ്റോറി സംവട്ട് ടീഡിയസ്, അത്ര വലിയ സുഖമായിട്ട് അവർക്ക് തോന്നുന്നില്ല. ദേ വുഡ് റാദർ ടോക്ക് അബൌട്ട് പ്ലസന്റ് ടോപ്പിക്സ്, പെൺകുട്ടികളെ കുറിച്ചും നല്ല നല്ല കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കാനായിരുന്നു അവർ ഇൻട്രസ്റ്റ്. അങ്ങനെ ലാസ്റ്റ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് അവർ പോവാണ്. ഗോഡ് ഫോർഗിവ് മീ എ വിക്ഡ് സിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെന്ത് ചെയ്യാണ്, വിക്കറ്റ് സിന്നർ അല്ലേ. ഇവാൻ പറയാണ്, ദൈവമേ എന്നോട് പൊറുക്കണേ, ഞാനൊരു പാപിയാണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവാൻ കിടന്നുറങ്ങാൻ പോവാണ്. ഇത്രയാണ്. അപ്പൊ ഭയങ്കര മഴ പെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ളൊരു സമ്മറി. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് നടക്കുന്നത് കേട്ടോ. ഇനി ഇതാ ഈ ഒരു ചെറിയ പാരഗ്രാഫും കൂടെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു. ഗൂസ്ബെറീസ് challenges the notion of personal fulfillment, questioning whether happiness achieved through self-deception and isolation is truly meaningful. അല്ലേ, അവനവനെ തന്നെ നമ്മൾ ഒറ്റപ്പെടുത്തിക്കൊണ്ടും അല്ലെങ്കിൽ പല കാര്യങ്ങളും ത്യജിച്ച് കിട്ടുന്ന ഹാപ്പിനെസ് നല്ലതാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത് കേട്ടോ. ഇവാൻ ഇവാനിച്ച് sees his brother's joy as shallow, built on years of selfish frugality and suffering of others. അല്ലേ, അപ്പം ഇവാന് നിക്കോളായിന്റെ ഹാപ്പിനെസ്സിന് ഇവാൻ എങ്ങനെയാണ് കാണുന്നത്, ഒരുപാട് വർഷങ്ങൾ അവൻ തന്നെ സ്വന്തം കഷ്ടപ്പെട്ടിട്ടും ഇപ്പം മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടും നേടുന്ന ഹാപ്പിനെസ് ആയിട്ടാണ് നിക്കോളായിന്റെ ഹാപ്പിനെസ്സിന് ഇവാൻ കാണുന്നത്. ത്രൂ ഹിസ് മോണോലോഗ് ചെക്കോ സജസ്റ്റ് ദാറ്റ് ട്രൂ ഹാപ്പിനെസ്, കണ്ടോ, ട്രൂ ഹാപ്പിനെസ് കനോട്ട് എക്സിസ്റ്റ് ഇൻ എ വേൾഡ് വെയർ അതേഴ്സ് സഫർ ഇൻ സൈലൻസ്. മറ്റുള്ള ആൾക്കാർ സൈലൻസിൽ സഫർ ചെയ്യുന്ന ഒരു ലോകത്ത് ട്രൂ ആയിട്ടുള്ള ശരിക്കുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് നിലനിൽക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ആൻഡൺ ചെക്കോവ് പറയുന്നത്. ദ എൻഡിങ് ലീവ്സ് ദ റീഡർ വിത്ത് an unsettling sense that individual dreams may come at a cost, urging more active engagement with life's broader struggles. സോ അത് തന്നെയാണ് കേട്ടോ, നമ്മൾ അല്ലെ അവനവന്റെ ഹാപ്പിനെസ്സിനെക്കാളും കൂടുതൽ അവനവന് ഹാപ്പി ആവണം. നമ്മൾക്ക് എല്ലാവരുടെയും നമ്മുടെ എയിം ഹാപ്പി ആവുക എന്നുള്ളതാണ്. പക്ഷേ ലോകത്തുള്ള ബാക്കി എല്ലാവരും സഫർ ചെയ്യുമ്പം നമ്മൾ എന്തോ ജെന്യൂൻ ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് നേടി, അല്ലെങ്കിൽ അല്ലെ എന്താ പറയാ സെൽഫിഷ് ആയിട്ടുള്ള ഹാപ്പിനെസ്സിനെ എന്ത് ചെയ്യാണ് ഇവിടെ തള്ളിക്കളയാണ് ചെയ്യുന്നത് ആൻഡൺ ചെക്കോ ഈ ഒരു സ്റ്റോറിയിൽ കേട്ടോ. സോ അത്രയുള്ള ഈ ഒരു സ്റ്റോറിയുടെ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാനും നിക്കോളായും രണ്ടുപേരുടെയും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പെർസ്പെക്റ്റീവ്സ് അബൌട്ട് ഹാപ്പിനെസ് അല്ലെങ്കിൽ പെർസ്യൂട്ട്സ് ഓഫ് ഹാപ്പിനെസ്, അതാണ് കേട്ടോ ലെസൺ. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്, ഇനി എന്തൊക്കെ വീഡിയോസ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. മിസ് അതിനനുസരിച്ച് ചെയ്തോളാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.